സൂപ്പർ സ്റ്റാർ രജനികാന്ത് 10 ഗെറ്റപ്പിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞുള്ളതാ. ഇല്ലടാ 15 ഗെറ്റപ്പിലാ. മദൻ എന്താടാ അളിയാ? പാർട്ടി എപ്പോഴാടാ? എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ടടാ? എന്തോന്ന് രണ്ടുപേരും പറഞ്ഞത്? കാലം തെളിയിക്കണടാ. അപ്പൊ നീ പറയൂലല്ലേ? എനിക്കറിയില്ലടാ. കഴുകാനുള്ള തുണി എടുത്തോണ്ട് വരാൻ ഇത്ര നേരം? പെട്ടെന്ന് വാടി, മദൻ വരാൻ നേരമായി. വേറൊരു പണിയില്ലേ? എപ്പോ നോക്കിയാലും ജോലി ജോലി, വെറുതെ വിളിച്ചോണ്ടിരിക്കും. മദൻ, എന്ത് പറ്റിയടാ? സുരേന്ദ്രനാടാ? മുത്തശ്ശി, മുത്തശ്ശി. വാ സുരേന്ദ്ര. അമ്മ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നേ. എന്താ കാര്യമെന്ന് ഞാൻ തിരക്കിയിട്ട് വരാം. താക്കോലെ. എന്നാടാ വരുന്നേ? ഒരു 10-15 ദിവസം കഴിഞ്ഞ് വരാം. ശരി, വരട്ടെ മുത്തശ്ശി. ആരോഗ്യമൊക്കെ നോക്കണം. 10 ദിവസത്തിനുള്ളിൽ വരാം. എന്താടാ? ഞാൻ 10 ദിവസത്തിനുള്ളിൽ വരില്ലേ? വൺ വീക്കിൽ വന്നോളാം. അയ്യോ, ഇവനെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ. ശരിടാ, 3 ഡേയ്സിൽ വരാം. 3 ദിവസം. ശരി, 2 ഡേയ്സിൽ വരാം. ഓക്കെ. മങ്കി ഫെലോ, മങ്കി ഫെലോ. സൂക്ഷിക്കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ വരാം. ശരിടാ. എന്തിനാണ് കൊച്ചു പിള്ളേരെ പോലെ കരയുന്നത്? ഡോണ്ട് ക്രൈ, ഡോണ്ട് ക്രൈ. കരയാതടാ. വാട്ട് ഈസ് റോങ് വിത്ത് യു? കരയാടാ. വരാട്ടോ. വരാം. മുരുക, ഇവിടെ ജോലി ചെയ്യാൻ ഞങ്ങളെ ഓണറാക്കിയ ഈ ഓണറെ പഴനി കൊണ്ടൊന്ന് മുട്ടയടിപ്പിച്ചോളാം. മുരുക തന്നെ മുരുക, അവൻ പറഞ്ഞു തന്നെ ഫോളോ ചെയ്. വേണമെങ്കിൽ ശൂലം കുത്തിക്കാൻ. സംഗീത ചക്രവർത്തി, സംഗീത മഴയെ, സംഗീതത്തിൽ ഉറവിടമേ, സംഗീത പ്രഭുവേ. ബോസ്, എന്നൊന്ന് സ്വപ്നോ? ഡ്രംസ്. രണ്ടും ഒന്ന് തന്നെയാ. ഇന്ന് ഞാൻ എന്ത് ഇൻസ്ട്രുമെന്റ് വായിച്ചെന്നറിയോ ബോസ്? സ്വപ്നത്തിൽ എന്താ വായിച്ചേ? ഏത് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്വപ്നം. അപ്പൊ സ്വപ്നത്തിൽ വായിച്ചില്ലല്ലേ? പി ബോസ്, എന്റെ പേര് പാറശാല പുഷ്പൻ.
അത് തന്നെയാടാ ഷോർട്ടായിട്ട് പി പി എന്ന് വിളിച്ചത്. എടാ നമ്മളൊക്കെ സംഗീതമാടാ, സംഗീതത്തോട് ചേർന്ന് ജീവിക്കണമാടാ. നോക്കടാ പി പി. അത് നാദസ്വരം. എനിക്ക് സീരിയൽ സെറ്റാകില്ലടാ, ഒള്ളി സിനിമ. തല്ലിനൊരു കുറവില്ല. ആ ഹാർമോണി പെട്ടി എടുക്ക്. എടുക്കടാ, എട്. നോക്കി എടുക്കാൻ പറഞ്ഞാലേ പേടിയാ. എന്ത് ചെയ്യാൻ പോണാവോ? എവരിത്തിങ് നോക്കേ. എല്ലാം റെഡി. ആ റോഡിൽ ആരെങ്കിലും വരുമോ? 1 മണിക്കൂറത്തേക്ക് ആരും വരില്ല. സാർ അടുത്ത കടയിൽ പോടാ. ബോസ്, അവൻ ഫോട്ടോഗ്രാഫർ. ഓ നമ്മുടെ കസ്റ്റമർ ആണോ? നമ്മളാണ് അവന് കസ്റ്റമർ. ആളെ കണ്ടാ തോന്നില്ലല്ലോ. നല്ല ഫോട്ടോ എടുക്കുവോ? നിങ്ങൾ നന്നായിട്ട് പോസ്റ്റ് ചെയ്താൽ ഞാൻ നല്ല ഫോട്ടോ എടുക്കും. എടുക്കെടുക്ക്, ഞാൻ തരാം. എന്താണ് അവൻ എടുത്തോണ്ടേയിരിക്കുന്നത്? നിങ്ങൾ മതിയെന്ന് പറയണവരെ അവൻ എടുത്തോണ്ടിരിക്കും. വാട ഇവിടെ. ഫോട്ടോ എടുക്കുന്നതിലല്ല കാര്യം, എടുത്ത ഫോട്ടോ നമ്മുടെ കൊളുത്തിയിടണം. ഇവിടെ വെക്കുന്നതല്ല കാര്യം. നിന്റെ സ്റ്റുഡിയോ ഹാളില് എല്ലാവരും കാണുന്ന പോലെ അവിടെ തൂക്കിയിടണം. അത് മാത്രം ചെയ്താൽ പോരാ, എന്റെ ബോസിന്റെ ഫോട്ടോ നാട്ടുകാരെല്ലാം കാണും പോലെ വെളിയിൽ തൂക്കിയിടണം. ഇടാ അകത്ത് വെക്കുന്നതാടാ ഫോട്ടോ, പുറത്ത് വെക്കുന്നത് നോക്കൂത്തിയാടാ. ആ ക്യാരക്ടറും പൊളി എന്നെ ബോസ്. നിങ്ങൾ രണ്ടുപേരും എന്നോട് ജോലി വെച്ച് വന്നപ്പോ എന്നാടാ പറഞ്ഞത്? നല്ലോണം ആലോചിച്ച് നോക്കടാ. എന്താണ് എല്ലാരും പൊളി വരെ നോക്കണത്? ഉത്സവ പറമ്പിനെക്കാളും സാമാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. മത്തിക്കൊണ്ടുപോയാ രക്ഷപ്പെടായിരുന്നു. മുതലാളി ഇവിടെ ഇവിടെ ഇവിടെ. ആർക്കാരാടാ മുതലാളി? നിങ്ങളാണ് മുതലാളി. നിങ്ങൾക്ക് ഞാൻ ജോലി തന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ മുതലാളിയാവും? ഇപ്പൊ ജോലിക്ക് എടുക്കാൻ പോവല്ലേ? ഒന്ന് പോടാപ്പാ. അകത്ത് എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ വന്ന് നിൽക്കുക. ആ എന്നെയാണ് മുതലാളിക്ക് മുതലാളി. സർവീസ് ചെയ്തു കൊടുക്കുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സമയം കളഞ്ഞോണ്ടിരിക്കടാ മുതലാളി. ഇവിടെ ജോലി തന്നില്ലേലും കുഴപ്പമില്ല. നിങ്ങളുടെ പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് വരുന്നത്. എനിക്ക് പേരക്കുട്ടികളൊന്നും ഇല്ലടാ. അപ്പൊ നിങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോവാ. എനിക്ക് കല്യാണമേ ആയിട്ടില്ല. ബാസ്, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് ആരുമില്ലേ? ഒട്ടന്മാരടാ, എനിക്ക് മിണ്ടിയും പറയാനും ആരുമില്ല. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഉറങ്ങി വീഴണവരെ ഞങ്ങൾ സംസാരിക്കും. ബോസ്, നിങ്ങൾക്ക് കുറച്ച് ഗ്ലാമർ കൂടുതലായതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങളുടെ അടുത്ത് വരാൻ പേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ വിടില്ല ബോസ്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. ഒരു സുന്ദരി പെണ്ണിനെ കൊണ്ട് കയ്യിൽ പാലും ഗ്ലാസ് ഒക്കെ ആയിട്ട് റൂമിലേക്ക് കയറ്റി വിട്ട് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന കാര്യം പറയരുത് ബോസ്. ഓ മുതലാളിയെ കല്യാണം കഴിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതല. അത് കഴിഞ്ഞ് തന്നെ ബാക്കി കാര്യം. അതെ ബോസ്, നിങ്ങൾ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. പറ്റില്ലെന്ന് പ്ലീസ് ബോസ്. സോറി ബോസ്. ബോസ്, ഇപ്പൊ കൂടെ സംഗീത എന്ന് പറഞ്ഞ പെണ്ണിനെ ഞങ്ങൾ കാണാൻ പോവാ. എന്തിനാടാ? നിങ്ങൾക്ക് വേണ്ടിയാ ബോസ്. എനിക്ക് വേണ്ടിയാ? എന്റെ ക്യാരക്ടർ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പെണ്ണിനോട് പറഞ്ഞോ? എല്ലാം പറഞ്ഞിട്ടുണ്ട് ബോസ്. നിങ്ങളെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ അവളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അടുത്ത പ്രോഗ്രാം അവന് പൈസ കൊടുക്ക്. ഇത് മതിയാവും? ഇത് മതി. സംഗീത ഞാൻ പാടുന്നു, പെണ്ണെ നിന്നെ കണ്ടു കഴിഞ്ഞാലോ ഉള്ള നിറയെ അടിപൊളിയാണല്ലോ. എന്നമോ ഏതോ. എന്തായാലും വിടാൻ പറ്റില്ല, പിടിക്കുക തന്നെ. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് രാവിലെ ഫോൺ വന്നേ പിന്നെ കൈ ഓടുന്നില്ല, കാലും ഓടുന്നില്ല. ആ വേലക്കാരി പെണ്ണ് എവിടെ പോയി കിടക്കുവാന്ന് ഒരു പിടിയില്ല. ദീപേ, പെണ്ണും ചെറുക്കനും വന്നു. ആരതി വഴി? ഇത്രയും വയസ്സായി കല്യാണം ആകുമോ ഇല്ലയോ എന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. സമാധാനായി. മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ. എത്ര വയസ്സായാലും എന്താ മുത്തശ്ശി, മനസ്സ് നല്ലതാണെങ്കിൽ എല്ലാം നല്ലതുപോലെ നടക്കും. കല്യാണം വയസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. മനസ്സൊത്തുചേർന്ന ജീവിതം സന്തോഷമായിരിക്കും. അതെ മോളെ, അവന്റെ നല്ല മനസ്സിനാ നിന്നെ ഭാര്യയായി കിട്ടിയത്. പേരെന്താ മോളെ? ദേവകി. ദേവത എന്ന് പറ, അതുപോലെ തന്നെയുണ്ട്. ആ മുത്തശ്ശി, മകനെവിടെ? അറിയില്ല മോനെ. എവിടെ പോയവൻ? പോയപ്പോ അത്രയും ഫീൽ ചെയ്തിട്ട്. ഇതാ മോനെ താക്കോല്. ആ വലത് കാല് വെച്ച് അകത്തേക്ക് കേറിക്കോളൂ. വാ വാ. വെൽക്കം. ഇതാണ് നമ്മുടെ കൊട്ടാരം. നൈസ്. ഹായ്, നിങ്ങളുടെ അനിയനാണോ? അനിയനോ? അനിയൻ ഓടരുത്, ഞാൻ തലക്കിട്ട് ഞാൻ കിഴക്കും. എന്താ ഇതൊക്കെ?
ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നിന്റെ പരിപാടി അല്ലേ? എമ്മാടി പിന്നെ ഞാൻ എന്നെ നിക്കടി കിട്ടി ഞാൻ. ഇവനാ മദൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സംസാരിക്കട്ടടാ. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ എനിക്ക് വീട് കിട്ടിയില്ല. ഇവന്റെ അച്ഛനാണ് എനിക്ക് വീട് തന്നത്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അന്ന് മുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വീട്, ഒരേ മനസ്സ്. എന്റെ ബെഡ്റൂം വരെ കയറാനുള്ള സ്വാതന്ത്ര്യം ഇവന് മാത്രമേ ഉള്ളൂ. കുരങ്ങ, നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും പറ. ഹലോ. അവൻ അങ്ങനാ. എന്തടാ അവൻ എന്താ പറഞ്ഞിട്ട് പോയെന്നറിയാവോ? പുതിയതായിട്ട് കല്യാണം കഴിച്ചവര് ജോളിയായിട്ട് എൻജോയ് ചെയ്യണം എന്നാ പറഞ്ഞേ. അതുകൊണ്ട് നീ ജോളി, ഞാൻ എൻജോയ്. പുതിയ വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. എന്നെ ഇഷ്ടപ്പെട്ടോ? എല്ലാറ്റിനേക്കാൾ കൂടുതൽ നിങ്ങളെയാണ് എനിക്കിഷ്ടം. ശരീരമൊക്കെ ടയർഡാണ്. നാളെ പോവാം. നാളെ പോവാടാ, പറയുന്ന കേക്ക്. നാളെ ഷുവർ, നാളെ. ബൈ ബൈ, സീ യു. ഗുഡ് മോർണിംഗ്. എന്തോന്നാ ഇത്? കളിക്കാതെ പുറത്തു പോ. ഇല്ലടി, ഞാൻ സിഗരറ്റ് കത്തിക്കാന്ന് വെച്ച് വന്നാ. വലിക്കുന്നതേ തെറ്റ്, അതും കിച്ചണില്. പുറത്തു പോയിക്കേ. രാവിലെ ഒന്ന് ശീലമായി പോയല്ലേ. സിഗരറ്റ് ഒന്നും വലിക്കണ്ട. പോയിക്കേ, പോയി ആദ്യം കുളിച്ചിട്ട് വാ. ഡാർലിംഗ്, ഞാൻ എന്തിനാ വന്നേന്ന് വെച്ചാ സിഗരറ്റ് വലിക്കുന്നതിന്റെ പേരില് ഒന്നും വേണ്ട, കുളിക്ക് പോയി. ആദ്യം പോയി കുളിച്ചിട്ട് വാ. പെണ്ണുങ്ങളല്ലേ ഇങ്ങനെയാണ്. ഞങ്ങള് സിൻസിയറായിട്ട് കാഷ്വലായിട്ടൊക്കെ വരുമ്പോ മൈ ഹസ്ബൻഡ് ഈസ് അൺറൊമാൻറ്റിക്, സെന്റിമെന്റ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയും. അത് അടുത്ത് വന്നൊന്ന് കെട്ടിപ്പിടിച്ചാ പ്ലീസ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് എന്നൊക്കെ പറയും. എന്താ ഇത്? മനസ്സിലൊന്ന് പറയും, പുറത്തൊന്ന് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നീട് നീ ഫീൽ ചെയ്യേണ്ടി വരും. അതൊക്കെ പിന്നെ നോക്കാം. ആദ്യം പോയിക്ക്. പോയി കുളിച്ചിട്ട് വാ. അപ്പൊ കുളിച്ചിട്ട് വന്നാ ഓക്കെ ആണല്ലേ? കുത്തുഞ്ഞ് നോ വയലൻസ്, നോ പോ. വയലൻസ്. ദിസ് ഈസ് ടു മച്ച്. ഹേയ്. ഓ, ഇത് ഇവിടെ വെച്ചിട്ട് പോയിക്കോണോ? ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കണല്ലോ.
നീ വയലിൻ നന്നായിട്ട് വായിച്ചോ, പക്ഷെ എന്റെ മനസ്സ് മാത്രം ഇതുവരെ നീ വായിച്ചിട്ടില്ല. ദേവകി, വരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. വേടാ ഇരിക്ക്. ചേച്ചേ ഞാനല്ല അവള്. കഴിക്കടാ. ഇരിക്ക് ഇരിക്ക്. പ്ലേറ്റ് എടു. കഴിക്ക് കഴിക്ക്. നന്നായിട്ട് കഴിക്ക്. പതുക്കെ 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 വിളമ്പിക്കൊണ്ടിരിക്കുമല്ലേ. നോക്കി നോക്കി പതുക്കെ. എന്നാ വെള്ളം കുടിക്ക്. പയ്യെ കഴിച്ചാൽ പോരായിരുന്നോ? നന്നായിട്ട് കഴിക്ക്. ആസ്വദിച്ച് കഴിക്കണം. നന്നായിട്ടുണ്ടല്ലേ ദേവകി? വരുന്നു. ദേവകി പെട്ടെന്ന് വാ. വരുന്നേ. അവള് സാമ്പാർ ഉണ്ടാക്കി. സ്മെല്ല് സൂപ്പർ. സാമ്പാർ ഒഴിച്ചു കൊടുക്ക്. ആ വട എടുത്തു കൊടുക്കടി. വട വട. എന്താ സാരില്ല. എന്താ ഇവൻ? ഇരിക്കടാ. ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലടാ. എടാ കഴിച്ചിട്ട് പോടാ. പകുതി ഇട്ടിട്ട് പോലടാ. എന്താടാ ഇത്? പോലടാ. നിങ്ങൾ ഇരുന്ന് കഴിക്ക്. നിങ്ങൾ കഴിക്ക്. മറ്റുള്ളവർക്ക് വാഗോണ്ട് പറയാൻ പറ്റും. അവനതിന് കഴിയില്ലല്ലോ. നീ നല്ലപോലെ പാചകം ചെയ്തതിനെ അപ്രിഷ്യേറ്റ് ചെയ്തതാ നിന്റെ കയ്യിൽ ഉമ്മ വെച്ച്. അതിന് നീ ഇങ്ങനെ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഇത് കഴിക്കാതെ? എന്തിനാ എഴുന്നേറ്റേ? ഞാൻ വേറൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും എന്റെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കുക. നിങ്ങൾക്ക് അവന് ഇഷ്ടമായിരിക്കാം, എനിക്ക് അവന് ഒട്ടും ഇഷ്ടമല്ല. നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എന്താ ഏട്ടാ? എട്ടാമത്തെ സ്വരം വാദ്യനാഥന് ജ്വരം സുഖാനുഭവന്തു. ഈ ബോർഡാണ് ഒരു മെന ഇല്ലാതിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പേര് വരണം. നീ പറഞ്ഞത് കറക്റ്റാ. സൂപ്പർ. മുതലാളി ഡ്രംസും സഹായി പീപ്പിയും എങ്ങനെ ഉണ്ടാവും? ഹലോ. ഹായ് ഉർമി. എന്താ ഉർമി ആടി ഇളകി വരുന്നേ? എന്താ ഈ ഏരിയ സൈലന്റ് ആയിരിക്കുന്നു? മ്യൂട്ടാക്കി വെച്ചേക്കണ്. അത് ശരി. എന്താ വീണേട്ടി വഴിക്ക്? വീണയോ? ഇത് ഗിത്താർ അളിയാ. അയ്യോ, ഇത് ഗിറ്റാറും അല്ല, വയലിൻ. ശരി വിട്. ഓക്കേ, നീയും മധുരം എങ്ങനെ സെറ്റായ? എന്തോന്ന്? അവനെങ്ങനെ വളഞ്ഞു തുടങ്ങിയാന്ന് ചോദിച്ചേ. എവിടെ? ഈ വയലിൻ മാത്രം വായിച്ചോണ്ടിരിക്കും. അതാ ഇത് വിൽക്കാൻ കൊണ്ടുവന്നേ. ആ അപ്പൊ ഇനി മുതല് മദനൻ വയലും വായിക്കല്ലേ? എന്താ? അല്ല നിന്നെ ചുറ്റി ചുറ്റി വരുമെന്നാ പറഞ്ഞ. എടാ ലൈഫിൽ ആര് വേണ്ടെന്ന് വെച്ചോ അവരെ തേടി പോകുന്നവന്മാരുണ്ട്. ലൈഫിൽ ഡ്രൈ ആയിട്ട് നിന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ പോലും ആരുമില്ല. ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ തന്നെ അളിയാ. ഓ ശരി, ഈ വയലിന് എത്ര രൂപ തരും? വയലിൻ കണ്ട വളരെ നന്നായിട്ടുണ്ട്. എന്നാലും സെക്കൻഡ് ഹാൻഡ് അല്ലേ? നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നവര് തന്നെയല്ലേ? സാധനം മാത്രമേ ഉള്ളൂ സെക്കൻഡ്. ഞങ്ങളൊക്കെ നല്ല ഫ്രഷാ. കണ്ട ഷോക്കേറ്റവനെ പോലെയാ, എന്നാലും ഫ്രഷാ. ശരി, ഇത് മേടിച്ചിട്ട് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റിയ? അത് മദറിന് നീ നല്ല കോമ്പിനേഷൻ തന്നെയാ. തീർച്ചയായിട്ടും മദറിനെ നിനക്ക് കിട്ടും. നിങ്ങളെ ഞാൻ തന്നെ ഒന്നാക്കി തരും. ഒന്നാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉറപ്പായിട്ടും ഒന്നിപ്പിക്കുമല്ലോ? ഉറപ്പായിട്ടും ഒന്നിപ്പിക്കും. മദൻ പ്രോമിസ്. താങ്ക്സ്. ശരി. പൈസ മേടിച്ചിട്ട് എടാ നമുക്ക് സംഗീതയെ കിട്ടിക്കഴിഞ്ഞു. ഡ്രംസേ എന്നെ ആരും അടിച്ച പോലെ ഉണ്ടോ അളിയാ? അടിച്ചല്ലടാ കുത്തിയതാ.
അപ്പോഴേ പറഞ്ഞതാ ഇവനാ വാങ്ങി വെച്ചേ. നീ നന്നായിട്ട് വായിക്കുന്നത് ഞങ്ങൾക്ക് അറിയാലോ. പൈസ ഒന്നും വേണ്ടടേ. നീ എന്തോന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ പിന്നെ പറയാം. ജോഗിങ്ങിന് പോവില്ലേ? അപ്പോ എടേ 2 ചായ പറഞ്ഞിട്ട് പോടേ. എന്തോന്ന് ഡ്രംസേ അവനെ ഇടിച്ചല്ലേ? കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? ഉള്ള തന്നെ നമുക്ക് പറയാം. 2 ടീ മുതലാളിയുടെ അക്കൗണ്ടില്ലേ? പൊളി ഡ്രംസേ. മദൻ, മദൻ, എന്താ മോനെ കാര്യം? ഞാനും ദേവകി എസ്റ്റേറ്റ് വരെ പോവാന്ന് കരുതി. മദനെയും കൂടെ കൂട്ടാന്ന്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. രണ്ടുപേരും സന്തോഷമായി പോയിട്ട് വാ. ഇടയ്ക്ക് എന്തിനാവൻ? ശരി മുത്തശ്ശി. വന്നേ, സമയമായി, നമുക്ക് പോവാം. പോകാം, പക്ഷെ 1 മിനിറ്റ്. മദൻ, മദൻ, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? കേരളത്ത് കൊരങ്ങ, കേരളത്ത് ഇരിക്കെ, ആദ്യം ഇരിക്കെ. സോ ഹാപ്പി. മദൻ വന്നല്ലോ. കേരടി, ഞാനെങ്ങനെ? സിറ്റ്, കം ഓൺ. വണ്ടി എടുത്തു. പറയണ്ടടി, കെട്ടിയോന്റെ കാര്യം നല്ല രസാ. ചുമ്മാ സംസാരിച്ച് സമയം കളയാതെ ജോലി ചെയ്യും മക്കളെ. ജോലിയല്ലേ ചെയ്തോ? മുതലാളി വരുന്നു, നമുക്ക് ജോലി ഇതെല്ലാം നമ്മുടെ സ്ഥലം തന്നെയാ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. നല്ല മനസ്സിന് നല്ല കെട്ടിയോളെ തന്നെ കിട്ടി. സാർ, നിങ്ങളും നല്ല ചേർച്ചയുണ്ട്. താങ്ക് യു. മദൻ കുഞ്ഞേ, സുഖാണോ? നമസ്കാരം സാർ. നമസ്കാരം. ഓവറായിട്ട് ഇമോഷൻ ആവാടാ. എനിക്ക് നമസ്കാരം തരുന്നത് നീ എന്തിനാ ഏറ്റു പിടിക്കുന്നേ? ചൂടുണ്ടോ? ആറ്റി തരട്ടെ? സാരില്ല. ഏയ്, ഞാൻ ചോദിച്ചു, അവൻ ചെയ്തു. എപ്പോഴും ഞാനാ അവന് ചായ ആറ്റി കൊടുക്കുന്നത്. ഇപ്പൊ അവൻ നിനക്ക് സൂപ്പ് ആറ്റി തരുന്നു. എൻജോയ്. ടേസ്റ്റ് നന്നായിട്ടുണ്ടല്ലേ? ഡയറ്റ് ആയതുകൊണ്ടോ ഒരു സൂപ്പ് കുടിച്ചല്ലേ? 2 എണ്ണം കുടിച്ചാനെ. എടാ വേണ്ട 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 വേണ്ട. 10 രൂപയാ മോനെ. ഇല്ല, ചേഞ്ച് ഇരിക്കട്ടെ, വെച്ചോ നീ. ശരി, വാ വാ. എന്നാടാ ഇത്? സംഗീതം കാണിക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം കാണിക്കാനോ? സംഗീതനെ എപ്പോ കാണിക്കും? ബോസ്, കാമുകിയെ കാത്തിരിക്കുന്നൊരു സുഖം അതൊന്ന് വേറെയാ മുതലാളി. ബോസേ, ഒന്ന് മെനക്കൊക്കെ നില്ലേ. എന്റെ ഗെറ്റപ്പ് നന്നായിട്ടുണ്ടോ? സൂപ്പറായിരിക്കുന്നു. സ്റ്റൈൽ എന്ന് പറഞ്ഞ എങ്ങനെ? നില്ല്, പറഞ്ഞുതരാം. നല്ല കഴിപ്പണം പോലെ ഉണ്ട്. ഇപ്പൊ കഴിപ്പണത്തിന്റെ അച്ഛനെ പോലെ ഉണ്ട്. എടാ, ഞാൻ എന്നെ പോലെ തന്നെ നിന്നോളാം. ആദ്യം എങ്ങനെ നിന്നേ? ആദ്യം കാല് പൊക്കി നിന്നു. ചെല്ലേ, കാലെടുത്ത് വെക്ക്. ഇനിയും നോക്കി കണ്ടൊക്കെ നിൽക്ക്. സ്റ്റൈലായി നിൽക്ക്. നല്ല ലുക്കില്. ഇപ്പൊ എന്തെങ്കിലും തോന്നണ്ട? ആകെ ഗ്ലെയർ അടിക്കുന്നു. പ്രേമത്തിന്റെ ലക്ഷണം. ചേട്ടത്തി വരാൻ നേരായി. ഇതാ കണ്ണട വെച്ചോ, നോക്കിക്കേ. ഒന്നും കാണുന്നില്ല. സൂപ്പർ സൂപ്പർ. എന്താ ബോസ്, ഇതൊരു കണ്ണട വെച്ചിട്ടില്ല? ഞാൻ ആദ്യമായിട്ടാ. അയ്യോ, അങ്ങനെ നോക്ക്, ചേച്ചി വരുന്നു. ബോസ്, ഞാൻ തന്നെ ചേച്ചിയോട് സംസാരിച്ചിട്ട് വരാം. ഞാനല്ലേ അവളോട് സംസാരിക്കേണ്ടത്? ആയുസ് മുഴുവൻ ഇനി സംസാരിക്കാലോ. അതെ. വെറും 1 മണിക്കൂർ ഞാൻ നിങ്ങളുടെ ബയോഡേറ്റ പെർഫോമൻസിനെ പറ്റി പറഞ്ഞിട്ട് വരാം. ഓക്കെ, നോക്കണേ. ഓക്കെ.
ഡ്രംസ് ഉരുണ്ട് പോണ കണ്ടാ ബോസ്? ഏയ് അവൻ നല്ലോണം വായിക്കോടാ. നിങ്ങളെ കാലം നന്നായിട്ട് വായിക്കും. ഞാനൊന്ന് വായിക്കാനാ, ഞാനൊന്നും വായിക്കില്ലല്ലോ. ഊർമിളയെ സംഗീതയാക്കി മാറ്റി. എന്താവോ? എന്താ വൈകിയേ? സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, മദന്റെ ചിറ്റപ്പനാ. ചിറ്റപ്പന് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ബോസ്, ഡ്രംസിന്റെ മനോഹര ഡ്രംസ് അടി നോക്കാതെ ചേച്ചി നിങ്ങളെ തന്നെ നോക്കിയിരിക്കണത് ബോസ്. അതെടാ. അയ്യോ പാവം. അയാൾ ഇനി 3 മാസത്തേക്കേ ഉള്ളൂ. 3 മാസോ? ആ, ഇനി 90 ദിവസം കൂടി ജീവിച്ചിരിക്കുള്ളൂ. അതില്ലേ, അയാളുടെ തലയിൽ ഒരു മുഴയുണ്ട്. ഒരു ഡോക്ടർമാരെ കൊണ്ട് അത് അഴിക്കാൻ പറ്റണില്ല. അഴിക്കാൻ പറ്റില്ല? അതൊരു മെഡിക്കൽ ടൈമാ. ഡോക്ടർ പറഞ്ഞ അങ്ങനെയാ. നീ ഒരു ചെറിയ ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാനാ? അയാൾക്ക് ഒരു പ്രേമ നിരാശ. ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നാ ഇപ്പൊ എല്ലാവരോടും പ്രേമത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ എന്തെങ്കിലും പറഞ്ഞാ അതെ ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. അവൾ 2 കണ്ണുകൊണ്ട് എന്നെ നോക്കുന്നത്. വാ വാ പക്കം വാ അങ്ങനെ വിളിക്കുന്നത് പോലെ ഉണ്ടാ. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു ബോസ്. ഇനി ഒരു പ്രധാന കാര്യം പറയട്ടെ. അയാൾ പ്രേമിച്ചിരുന്ന പെണ്ണിന്റെ പേര് സംഗീത. അതെന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നേ? നീയല്ലേ മദനെ സ്നേഹിക്കണേ? അതെ, അതും ഇതുമായിട്ട് എന്താ ബന്ധം? നിനക്ക് മദനും തമ്മിൽ ബന്ധമില്ലേ? ഉണ്ട്. നീ അവന് ഒന്നായി ചേരണല്ലോ. വേണം. അപ്പൊ ഇതിലും നിനക്ക് ബന്ധമുണ്ട്. ആ? ബാ ബാ. ശരി. എടാ അവർ രണ്ടുപേരും വരുന്നടാ. ചേച്ചി വരണം. നോന്നില്ല സ്റ്റഡി സ്റ്റഡി. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബസ്, നിങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു. ഹലോ. ബൈ ദ ബൈ, ഐ ആം വാദി. എവിടുത്തെ വാദിയത്? ബസ്, ചേച്ചി നല്ല കോമഡി ആണല്ല. ചേച്ചി വാദ്യനാഥൻ ചേച്ചി. ഓ, വാദിനാഥൻ. ഓ ആ വാദിനാഥനോ? വാദിനാഥൻ സംഗീത കോമ്പറ്റീഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇറങ്ങില്ല. എന്തിനാണ് അടുത്തുനിന്ന് ഇങ്ങനെ പാര വെക്കണം? പൊളിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. എന്നെ പറ്റി എന്ത് പറഞ്ഞു? എല്ലാം നല്ല കാര്യം പറഞ്ഞു. എന്നെ കുറിച്ച് ഓക്കെ, നിങ്ങളെ പറ്റി? ഞാൻ എന്നാ പറയണ്ടേ, അത് ഞാൻ പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഷോപ്പ് നടത്തുവാ. പിന്നെ അതിന്റെ കൂടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. വായിക്കാൻ തുടങ്ങിയ പിന്നെ വെളുക്കുന്നവരെ വായിക്കുള്ളൂ. ബോസ് ബോസ്, നിങ്ങൾക്ക് 2 ഉഴുന്നോടെ പറയട്ടെ. ഒന്ന് പോടാ പോ. ഒരു ധൈര്യത്തിന് ഞാൻ പോടാ പോ. സാരല്ല. ഇരിക്കൂ. ഞാൻ പറയുന്ന ഓരോ വാക്കും ഇവിടെ നിന്നാ വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് എന്തോ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന പോലെ തോന്നുന്നു. അതല്ല, ഇൻസ്ട്രുമെന്റ്സ് വായിക്കോ? വായിക്കും, പക്ഷെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതിന് വായുണ്ടല്ലോ. വാ സംസാരിക്കാനുള്ളത്. പാടാലോ. അതായത് ആദ്യ മീറ്റിംഗിൽ തന്നെ പാട്ട് പാടിയല്ലേ അത് ബോറാകും. അയ്യോ. അടുത്ത മീറ്റിംഗിൽ ഉറപ്പായിട്ട് ഞാൻ പാടും. എനിക്ക് സമയായി, ഞാൻ പൊക്കോട്ടെ. So cute. തൊട്ടു, കവിളി തൊട്ടു. എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? സംസാരിച്ചോ ബോസ്? സംസാരിച്ചു. ഓക്കെ ആയാ? ഓക്കെ. എന്താ ഇത്? എന്തിനാ ഈ ബിൽഡപ്പ് ഒക്കെ? ഇപ്പോ നമ്മൾ രണ്ടുപേരും ചേർന്ന് വെളിയിൽ പോകുമ്പോ എന്നെ മാത്രം നോക്കിയിട്ട് ഇവനെന്താ ഇങ്ങനെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഏട്ടാ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞാനാ. നിങ്ങൾക്ക് എന്തിനീ ഡൈയൊക്കെ? ഇത് നോക്കി, വയസ്സാകും തോറും മനുഷ്യര് എന്താ നരയ്ക്കുന്നറിയോ? എന്താ? നമ്മള് അവസാനം നോക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോ മനസ്സിലെ അഴുക്കെല്ലാം ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് വയസ്സാകും തോറും മുടി വെള്ളയാ വെളുത്ത് നരച്ചു പോകുന്നത്. ഇത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുക. ദേ ഇപ്പൊ തന്നെ രജനി അജിത്തിനെയൊക്കെ നോക്ക്. വൈറ്റ് ആയിട്ട് വണ്ടർഫുൾ ആയിട്ട് ഇരിക്കല്ലേ. എന്താന്നറിയോ? ലുക്കാണ്, ലുക്ക്. എന്നെ പോലെ അങ്ങനെ തന്നെ വെച്ചോ. മുടിയല്ല മുഖ്യം, മനസ്സാണ് മുഖ്യം. അത് നിങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ടാ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച്. ലോജിക്കലേ എന്നെ വീഴ്ത്തി. നീ എവിടെയോ പോയി. കാല് ഇതേ കൂടുതൽ നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റില്ല. എന്താ പറയാന്നെന്ന് വെച്ചാ അയ്യ, സിനിമയിൽ ഉലക നായകൻ ഉമ്മ വെച്ച സോ ക്യൂട്ട് എന്ന് പറഞ്ഞു കാണും. ഞങ്ങൾ ചെയ്യാൻ വന്ന വലിയ ജാടയാ. ഒരു മിനിറ്റ്, ഈവനിങ് പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരണല്ലേ? മനസ്സിലായി. ഇന്നെന്താ സ്പെഷ്യൽ ട്രീറ്റ് ഉണ്ടല്ലേ?
കൂടുതൽ കൊഞ്ചല്ലേ, ഇന്ന് അമ്പലത്തിൽ പോണം, അതാ പറഞ്ഞ. അമ്പലത്തിൽ പോണോ? അത്രേ ഉള്ളോ? അതെ. ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. ഈ വിചാരമാണ് ജീവിതം നശിപ്പിക്കുന്നത്. ബൈ. 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 ഇങ്ങോട്ട് നോക്കേട്ടാ, +2 പഠിത്തവും കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. ഇതിൽ കൂടുതൽ എന്നെ നിർബന്ധിക്കരുത്. രേവതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. പറയട്ടാ. എന്നായാലും നിന്നെ കെട്ടേണ്ട ഞാൻ തന്നെയല്ലേ? കുഞ്ഞുനാൾ മുതലേ നീ എനിക്കും ഞാൻ നിനക്കും എന്ന് നിന്റെ അച്ഛനും അമ്മയും, അതായത് എൻ്റെ അമ്മാവനും അമ്മായി പറഞ്ഞല്ലേ വളർത്തിയത്. അവരുടെ ആഗ്രഹം പോലെ നമ്മുടെ കല്യാണം നടക്കും. അതല്ലേ അവർക്കും സന്തോഷം. നീ നന്നായി പഠിച്ച് ഫസ്റ്റ് ക്ലാസ് എടുക്കാറുള്ള കുട്ടിയല്ലേ. ഇപ്പം കല്യാണത്തിന് വേണ്ടി നീ പഠിത്തം നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം എന്നെ തെറ്റു പറയൂ. കുഞ്ഞുനാൾ മുതൽ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? നീ വലിയ പഠിപ്പ് പഠിക്കണം. അത് കണ്ട് ഞാൻ അഭിമാനിക്കണം. എൻ്റെ ഭാര്യ പഠിച്ചവളാന്ന് എനിക്ക് 4 പേരോട് പറയണം. അപ്പോഴേ നമുക്ക് ജനിക്കുന്ന കുട്ടികളും ബുദ്ധിശാലികളായിരിക്കൂ. നീ ഇനിയും പഠിക്കണം, ജോലിക്ക് ചേരണം. ഇനി പഠിക്കണമെന്നോ? ഞാൻ കല്യാണത്തിന് റെഡി ആയിട്ട് നിൽക്കല്ലേ. പഠിപ്പൊന്നും ഇനി വേണ്ട, വിടേട്ടാ. ഞാൻ പറയുന്നത് കേക്ക് രേവു. ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. എൻ്റെ പൊന്നല്ലേ. ശരി, ചേട്ടൻ പറഞ്ഞോണ്ട് പോവാം. ഹലോ. സർ. എന്താ രമേശ്, മുറപ്പെണ്ണുമായിട്ട് പ്രേമത്തിലാ? ഇല്ല സാർ. പ്രേമിച്ചതൊക്കെ മതി, അടുത്ത പ്രൊമോഷനിലോട്ട് പോ. ഗോഡൌണിലേക്ക് ലോറി വന്നിട്ടുണ്ട്, ലോഡ് കയറ്റണം. നിന്റെ അച്ഛനോട് വരാൻ പറ കേട്ടോ. ശരി സാർ. ഡോക്യുമെന്റ് കണ്ട് വേണം. ശരി രേവു, നീ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. എന്താ, ഓക്കെ അല്ലേ? ശരി. ഹലോ. ഹലോ. ഞാനായിട്ടാ ദേവകിയാ. അറിയാടി, ഇത് മൊബൈൽ ഫോണാ, നമ്പർ വരത്തില്ലേ? ആ പറ. ഒരു മിനിറ്റ്, ആ കൺസൈൻമെന്റ് ഒക്കെ പാക്ക് ചെയ്തോ? എല്ലാം ശരിയായി സാർ, ലോറി വന്നോണ്ടിരിക്കുക. വെരി ഗുഡ്. ഏട്ടാ, ആ പറ. 4 മണിക്ക് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞല്ലേ, മറന്നുപോയോ? അത് അത് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നേ? പാർട്ടി ഫോൺ ചെയ്തായിരുന്നു, ഫസ്റ്റ് ക്വാളിറ്റി അവർക്ക് വേണമെന്നാ പറയുന്നേ. അതൊന്നും പറ്റില്ല. എന്ത് പറ്റില്ലെന്ന്? സോറി, നിന്നോടല്ല, ഇത് ജോലിക്കാരിയാ. നീ പറ. ഇപ്പൊ നിങ്ങൾ വരുന്നുണ്ടോ അതോ ഇല്ലയോ? എനിക്കിന്ന് എന്തായാലും അമ്പലത്തിൽ പോയേ പറ്റൂ. നിക്ക്. സ്ഥിരം വരുന്ന പാർട്ടിയല്ലേ സാർ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് സാർ. ആരാണെങ്കിലും ഞാൻ കയറിയില്ല. നമ്മൾ പാക്ക് ചെയ്തതാ. ഈ ഇരട്ടപ്പണിയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റുകയില്ല. ആ ദേവകി, ഒരു കാര്യം ചെയ്യും. നമ്മുടെ തൊട്ടപ്പുറത്ത് മകനുണ്ടല്ലോ, ഞാൻ അവനോട് നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറയാം. നീ ഒരു പ്രാവശ്യത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഡാർലിംഗ്, എന്റെ പൊന്നല്ലേ ഡാർലിംഗ്. ശരി, ഞാൻ പോയിട്ട് വരാം.
അമ്പലത്തിൽ വരാഞ്ഞ? നിന്നോടാ. ഇവനെന്ത് പറ്റി? ഇവൻ എന്തേ കാണിക്കുന്നത്? എന്താ സ്വാമി എപ്പോ നോക്കിയാലും ഏമ്പക്കം വിട്ടോണ്ടിരിക്കുന്നത്? സംഗീതം എന്താന്ന് പറഞ്ഞു തരൂ. വിഡ്ഢിയെ പോലെ സംസാരിക്കുന്നു. ശ്രുതി ചേർത്തോണ്ടിരിക്കുകയാടാ. ഓക്കെ സ്വാമി, എനിക്ക് വലിയ സിംഗറെ പോലെ പാടണമെന്നൊന്നുമില്ല. ഇപ്പൊ കുറച്ചുപേര് പാടുന്ന പോലെ പറയുന്നുണ്ടല്ലോ, അതുപോലെ പാടിയാ മതി. ഭാത്തി എന്താ പാട്ട് പഠിക്കാനുള്ള ശ്രമത്തിലാണോ? വല്ലോ പാട്ടെങ്ങാനും ഇനി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ മുതലാളിമാരാവോളിയാ? എനിക്ക് ഒരു തല രാഗം വിട്ടിട്ട് വേറെ ഏത് രാഗം വേണമെങ്കിലും പറഞ്ഞു തന്നോ. കാപ്പി പറഞ്ഞു തരട്ടെ? ബോസിന് പിത്തം കാപ്പി പറ്റൂല. അയ്യോ പാവം. അപ്പൊ മീൻ ചുരുട്ടി പ്യുവർ വെജിറ്റേറിയൻ, നോ നോൺ വെജ്. കരകരപ്രിയരാൻ പഠിക്കാമല്ലോ. നല്ല ശബ്ദത്തിൽ നശിപ്പിക്കാൻ നോക്കാം. ഒരു വിവരമില്ലാത്തവരാണല്ലോ. നല്ല സന്ധ്യപ്രിയ, ഷൺമുഖപ്രിയ, അനുപ്രിയ. അല്ല, പെർഫോമൻസ് കഴിഞ്ഞാ പിന്നെ അനുപ്രിയ. ആ വിട്ടേക്ക്. വാട്ടപുട്ട് കല്യാണി. നോ കല്യാണി, ഒള്ളി സംഗീത. അതെ സ്വാമി, ഇപ്പൊ എനിക്ക് കല്യാണിയല്ല കല്യാണമാ വേണ്ടത്. അതിന് സംഗീതയാണ് വേണ്ടത്. ഇവന്മാരാരാ? ഞാൻ ഷാറുഖ് ഖാൻ, ഇത് സൽമാൻ ഖാൻ. നീയൊക്കെ എടാ വെറുതെ ഇരിക്കടാ സ്വാമി. ഇവന്മാരില്ലേ ഞാനില്ല, എല്ലാം ഇവന്മാര് തന്നെയാ. അതെ, എല്ലാം വന്നു പോയില്ല. ഞങ്ങള് തന്നെ. സ്വർത്തിന്ന് തുടങ്ങാം. ഫൈനലായിട്ട് രാഗം തുടങ്ങാം. തോടി തോടാ. എന്താ വന്നപ്പോ പെണ്ണുങ്ങളുടെ പേരാണല്ലോ പറഞ്ഞേ? കല്യാണി, പ്രിയ, തോടി. ഇത് തോടാ. അവിടെ തുടങ്ങിക്കോ. തോടി രാഗവാ. പോടി, പോടാ, തോടി, തോടാ. എന്താ തോടെ തുടങ്ങിയ? അതിൽ തുടങ്ങിക്കോ. നിങ്ങൾക്ക് വേണ്ട, എനിക്കും വേണ്ട. ആദ്യം സ്വർത്തിന്ന് തുടങ്ങാം. സാരി ഏറ്റു പറ. സോറി. ചൊറിയുടെ തങ്ങിയര് സോറി പറയാൻ നിങ്ങളാ? അല്ല, ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനെന്തിനാ നിങ്ങളോട് സോറി പറയുന്നു? അയ്യോ, എന്നെ കൊണ്ട് വയ്യ. വേണ്ട, അതും വേണ്ട. വേറെ തുടങ്ങാം. കൊന്നിനെ എങ്ങനെ പഠിപ്പിക്കും? തനിക്ക് പാട്ടേ വരികയില്ല. ആരെ നോക്കിയാണ് നീ പാട്ട് വരില്ലെന്ന് അയാളെ നോക്കിയാ പറഞ്ഞത്, ശ്രദ്ധിച്ചില്ലേ? ഹലോ, ഒരു വട്ടോട് പറഞ്ഞേ. അതല്ലെന്ന് അയാൾക്ക് പാടാൻ അറിയില്ല. ബോസ്, ഇവന്റെ അടുത്തേക്കാണ് സംഗീതം പഠിക്കാൻ പോണേ. ബോസിന് സംഗീതം പഠിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ബോസ്. ആളുണ്ട് ബോസ്. ഉണ്ട്. പോയി. ദേവകി, ഡാർലിംഗ്, ദേവ്. എന്താ ഡാർലിംഗ്, ദേഷ്യമാണോ? ചുമ്മാ ഇരിക്കും. ഞാൻ നിന്നോട് അമ്പലത്തിൽ വരാത്തതിന് പിണക്കവാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താടാ, എന്തു പറ്റി? അവനെന്താ ഭ്രാന്തുണ്ടോ? എന്തിനാ ഇങ്ങനെ ചെയ്തെന്നറിയില്ല. ചേട്ടാ, കുങ്കുമം തൊടിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല, പക്ഷെ അവൻ ദേഷ്യപ്പെട്ടതിന് കാരണമുണ്ട്. എന്താ പറഞ്ഞു വരുന്നേ? മദൻ 9 വയസ്സുള്ളപ്പോൾ അവനൊരു വയലിൻ പ്ലെയർ മാത്രമല്ല, നല്ലപോലെ സംസാരിക്കാനും പാടാനും അങ്ങനെ ഒരു അമേസിംഗ് ടാലന്റ്. ഹീസ് എ ഗ്രേറ്റ് സിംഗർ. അവൻ പാടിയ കേട്ടോണ്ടേയിരിക്കുന്നു. സരോജനായക ഭൂരി കരുണ കരുണാകരനുടെ ഭുജകരായ ശയന. അങ്ങനെ സംഗീതം കൊണ്ട് സമ്പന്നമായ വീട്ടില് ആരുടെ ദൃഷ്ടിദോഷം അറിയില്ല. ദൈവത്തെ വിശ്വസിച്ച് പാടുന്നവർക്ക് ആ ദൈവം തന്നെ കരുണയില്ലാത്തവനായി പോയി.
നീ കുടുങ്ങി അപ്പൊ മോനെ അടുത്തത് നീ. ഇനി വേറെ വഴിയൊന്നുമില്ല. അപ്പൊ മോനെ കേട്ട് കേട്ട്. നോക്കിക്കേ ശരിയായി കെട്ടിട്ടുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ. അവന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അച്ഛനും അമ്മയും മരിച്ച ഷോക്കില് അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അവനോട് അവരെപ്പോഴും പറയുമായിരുന്നു ദൈവം രക്ഷിക്കും, ദൈവം രക്ഷിക്കുമെന്ന്. പക്ഷെ അവർ മരിക്കുമ്പോൾ ആ ദൈവം പോലും അവരെ രക്ഷിച്ചില്ലല്ലോ എന്നുള്ളതാണ് അത് അവന്റെ ദേഷ്യം. ആ ദേഷ്യത്തിൽ നിന്നോട് അവൻ അങ്ങനെ പെരുമാറി. സോറി ഏട്ടാ, അവനൊരു അഹങ്കാരിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അവൻ ഇങ്ങനൊരു സങ്കടം. സുരേന്ദ്ര, മോളെ ദേവകി, ദേവകി. എന്താ മുത്തശ്ശി, എന്തു പറ്റി? മദൻ വന്നില്ല മോളെ, അതാ വിഷമിച്ചിരിക്കുന്നേ. അവനെന്താ കൊച്ചുകുട്ടിയാണോ? അവൻ അവിടെ എവിടെങ്കിലും കാണും, വന്നോളൂ മുത്തശ്ശി. അതല്ല മോനെ, എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ അന്വേഷിച്ചു. എന്നോട് പറയാതെ അവൻ എവിടെയും പോയില്ല. അതാ മനസ്സിലൊരു വിഷമം. ഏട്ടാ ഇല്ല, അവൻ പെട്ടെന്നൊന്ന് അന്വേഷിക്കേ. ശരിയടി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂട്ടിക്കൊണ്ടുവരാം. നല്ല ആളാ നീ, ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? നീ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എവിടെയെല്ലാം പോയി അന്വേഷിച്ചു. മുത്തശ്ശി എന്തിനാടാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? മുത്തശ്ശി, നിങ്ങളുടെ മക്കളെ നിങ്ങളും മറന്നു, അച്ഛനും അമ്മ ഇവൻ മറന്നില്ല. ഇന്ന് അവരുടെ ഓർമ്മ ദിവസമാണ്. അതാ അവരും മരിച്ചിടത്തിരുന്ന് കരയായിരുന്നു. കൺമുന്നിൽ വെച്ച് നടന്ന സംഭവമല്ലേ, ഇവൻ എങ്ങനെ മറക്കാൻ കഴിയും? അതുകൊണ്ട് അവൻ ഇപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? ഇറ്റ്സ് ഓക്കെ, വിഷമിക്കണ്ട. അവനെ വിളിച്ചോണ്ട് പോടാ. ഇനി എവിടെ പോവാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോണം കേട്ടോ മോനെ. ഡ്രംസേ, ഈ കോലത്തിൽ എന്നെ കാണാനാണെങ്കിലേ മൈക്കിൾ അണ്ണനെ പോലെ ഇല്ലേ? ഇല്ല, തുപ്പൽ മിഠായി വിൽക്കുന്നവന്റെ പോലും ഇല്ല. ഞാനേ അവനെ കാണാതെ വിഷമിച്ചിരിക്കുക. ദോ വരണ്ട് സിംഗത്തിലെ സൂര്യ കൊടവയറും കൊണ്ട്.
ആ എവനൊക്കെയാണ് IPL 5 കോടിക്ക് ലേലത്തിന് എടുത്തേക്കണേ. ലഞ്ച് സമയത്ത് പോലും ജോഗിങ്ങിന് പോകുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഇവരാ. ഹായ് മദൻ. മദൻ, ഞാൻ ഒരു റൗണ്ടോട് പോയിട്ട് വരാം. രാത്രി കുറെ റൗണ്ട് പോയവരുണ്ടല്ലോ. കുമാരാരാ? ഞാനൊരു PP. ഞാൻ ഡ്രംസ്. ഞാൻ DSP-യാ. ഓ ഷൂട്ടിങ്ങിന് വന്നിരിക്കാം. ഓ ബലൂണ് പൊട്ടിക്കണവനാ. ഓ പോലീസാടാ. കൈവക്ക വെടിവെക്കല്ലേ. സോറി സാർ. മദൻ, അന്നൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ നിന്നോട്? ആഹാ, അതിന് ഇന്നൊരു അവസരം വന്നടാ. നമുക്ക് കടയുടെ ഓണർ ആവണം. അല്ല, ഞങ്ങളുടെ മുതലാളിയെ നീ സംഗീതം പഠിപ്പിക്കണമെന്ന്. ഓക്കെ അല്ലേ? 1 മാസം പഠിപ്പിച്ചാ മതി. ഒറ്റ മാസം. 1 മാസം കൊണ്ടല്ല ശരിയാക്കും ഞങ്ങള്. മദൻ, നീ ചെയ്തു തരണം. വരേണ്ട സമയം അയാൾ അങ്ങനെ പറയല. പറഞ്ഞാ അതുപോലെ ചെയ്യും. അതോ ഇങ്ങനെന്തോന്ന് പിള്ളേരെ പൊട്ടിക്കൊണ്ടോ? ഒരു സംഗീതക്കാരൻ ഇളകി ഇളകി വരുന്നണ്ട. ഹലോ ബോസ്. ഹൗ ആർ യു? ആരൊക്കെ ഇത്? എന്താ മീറ്റിംഗ്? ബോസ്, ഒരു മ്യൂസിക് മാസ്റ്റർ റെഡിയാക്കണമെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം. ഓ, വായിക്കാൻ വന്ന ആളാ? വായിക്കാൻ പഠിപ്പിക്കുന്ന മാഷാണ്. എന്താ അത് കടയിലിരിക്കേണ്ട സാധനങ്ങളെല്ലാം റോഡ് നീളം കൊണ്ടാണെന്ന് വിൽക്കണം എന്തിനെന്ന് ചോദിക്കണം. ഇതൊന്നും അയാൾ വാ തുറന്നു ചോദിച്ചില്ലല്ലോ. അങ്ങനെ ഒച്ച എടുക്കില്ലല്ലോ. നമ്മളത് ഫില്ല് ചെയ്യണം. അതായത് ഇയാൾ എന്നെ വയലിൻ പഠിപ്പിക്കാൻ വന്ന ആളാ? അതെ. ഇയാൾ നല്ലപോലെ വായിക്കോ? വായിക്കുവോന്നോ? വയലിനെടുത്ത് വായിച്ച വേർത്തൊഴുകും. ആർക്കാ? വായിക്കുന്നവര് തന്നെ. ഓ, ഇങ്ങോട്ട് നോക്കനിയാ. വിയർക്കുന്ന ഏതൊരു ജോലിയും എനിക്കോ എന്റെ പരമ്പരയ്ക്കോ ശീലമില്ല. ഞങ്ങളത് ചെയ്യേയില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല 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 ഇല്ല. എന്താ ഇത്ര കടുപ്പിച്ച് പറയുന്നത്? അങ്ങേർക്കാകില്ല അത്. ഓ അതെ. ആരാ ഈ റിച്ച് ഗേൾസ്? എന്താ ഈ ആരംഭത്തിലെ ആപ്പ് വെക്കുന്നത്? ഇനി ഒരൊറ്റ ആഴ്ച 3 ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പോവാ. നിങ്ങളെ തന്നെ നോക്കാം ബോസ്. അതേടാ, നിങ്ങളുടെ ഈ ഡ്രസ്സിംഗ് സെൻസ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, അങ്ങനെ ഒരു മൂഡോടെ നോക്കിയേ. ലവ് മോഡോടെ നോക്കുക. ബോസ്, ബോസ്, കൊടമണ്ടി കുറച്ച് അകത്തോട്ട് കയറ്റി ചന്തി ഉറപ്പിക്കല്ലേ. ഇപ്പോഴാണ് ബോസിന്റെ സ്ട്രക്ചർ കറക്റ്റായത്. ബോസ് ഒന്ന് കുനിയല്ലേ, കുനി. എടാ, ഇത് ഓക്കെയാണോ? നല്ല എൽബോർഡ് പോലെ ഉണ്ട് ബോസ്. ഇതുപോലെ എൽബോ പോലെ നിന്നാ കവർ ചെയ്യാൻ പറ്റുമോ? ദേ വരുന്നടാ. വരൂ 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 വരൂ. നിങ്ങളുടെ മനസ്സിലെ എന്നെ കണ്ടപ്പോ എന്തോ ചോദിക്കണമെന്നില്ലേ? ചോയ്ക്ക്. അങ്കിളാ, എന്താ ഈ നോക്കുന്നേ? കൊടവണ്ടി താഴെ പോയി തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവർ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ? ബോഡി കണ്ടീഷൻ വീക്ക് ആയിരിക്കല്ലേ? അത്രയും വീക്കാണോ? വീക്കായാലും സാരില്ലായിരുന്നു. വയറ് ചാടിയേക്കല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോഡി ഡെവലപ്പ് ചെയ്യണം ബോസ്. 1000 തന്നോളൂ. എന്റെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത് നിനക്ക് എന്തിനാ പൈസ വരുന്നത്? ചിക്കൻ കഴിച്ചിട്ടുണ്ട്, മട്ടൺ കഴിച്ചിട്ടുണ്ട്. അതെ, ഒരു താറാവ് കറി, പ്രാവ്, കാട, കൊക്ക്, കാക്കയിറച്ചി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാക്കയിറച്ചി കൂടി അയാൾ പിക്കപ്പ് ആവും. 5000 താ. ഈ ഹോട്ടലിന്റെ വാർഷിക ദിനത്തിൽ ഓരോ വർഷവും നല്ല ദമ്പതികളെ തെരഞ്ഞെടുത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നത് പതിവാണ്. അതിന് പ്രകാരം ഈ വർഷം ഒരു നല്ല കപ്പിൾസിനെ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ MD കൈകൊണ്ട് പ്രൈസ് കൊടുക്കുകയാണ്. ആ കപ്പിൾസ് ആരാന്ന് വെച്ചാ അതൊരു സസ്പെൻസിൽ നിൽക്കട്ടെ. ആ കപ്പിൾസ് ആരാന്ന് വെച്ചാ നിങ്ങളാ മാഡം. കൺഗ്രാറ്റ്സ്. നിർത്ത്. ഞങ്ങൾ രണ്ടുപേരും ജോഡിയോ? ക്യാമറ ഓഫ് ചെയ്യ്. പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ? എന്താ കരുതിയിരിക്കുന്നേ? ഇവിടെ വന്നവരുടെ കൂട്ടത്തിൽ നല്ല ജോഡി നിങ്ങളാണെന്ന് തോന്നി, അതാ നിങ്ങളെ സെലക്ട് ചെയ്തത്. ആരെ എന്താണെന്നറിയാതെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതിയോ? ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ്. പ്രായവ്യത്യാസമുണ്ട് എന്ന് കരുതി ഭാര്യയും ഭർത്താവും ആയിക്കൂടെ? നിങ്ങൾ എന്ത് വേണമെങ്കിലും കരുതിക്കോ. ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദേഷ്യപ്പെടാതെ, എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ, അവരറിയാതല്ലേ. അറിയില്ലെങ്കിൽ ചോദിക്കണ്ടേ? എന്താ ഒരാണും പെണ്ണും അടുത്തടുത്തിരുന്ന ഭാര്യയും ഭർത്താവും ആയിരിക്കണമെന്നുണ്ടോ? ലവേഴ്സ് ആവണമെന്നുണ്ടോ? അത് ചേട്ടനും അനിയത്തിയും ആകാം, ചേച്ചിയും അനിയനും ആകാം. ഇതൊന്നും അറിയാതെ ഇവരെങ്ങനെ ഡിസൈഡ് ചെയ്തത്? തെറ്റല്ലേ ഇത്? ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഐ ആം സോ സോറി. ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. വായിട്ടാ പോകാം.
കണ്ടാ സാറേ എന്തൊക്കെ പ്രേമിച്ചതൊക്കെ മതി, അടുത്ത പ്രൊമോഷനിലോട്ട് പോ. നാടറിഞ്ഞ് രണ്ടുപേരുടെയും കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ ഞാൻ. പക്ഷേ എന്നെ ചതിച്ചിട്ട് പോയില്ലേ. എന്തൊക്കെ ആയാലും അവൻ കെട്ടാനിരുന്ന പെണ്ണ് അവള് പഠിക്കണമെന്നല്ലേ അവൻ ആഗ്രഹിച്ചുള്ളൂ. അവള് പഠിക്കാൻ പോയെടുത്ത് വേറൊരുത്തിന്റെ പുറകെ പോയി. അവൾ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചെങ്കിലും അമ്മായിക്ക് മുൻകൈ എടുത്തിട്ട് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നല്ലോ. എന്തോന്നായത്? മുറപ്പെണ്ണിനെ കത്തി കൊണ്ട് കുത്തി കൊന്നിരിക്കുന്നു. ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഇവനല്ലേ അവളെ കോളേജ് പഠിപ്പിക്കാൻ വിട്ടത്. പഠിക്കാൻ പോയ സ്ഥലത്ത് അവളൊന്ന് പ്രേമിച്ചു. അതിന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ മുതൽ അവളോട് അവൻ എന്ത് സ്നേഹമായിരുന്നു. അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ കോളേജിൽ അയച്ചത്. അവിടെ പോയി വേറൊരുത്തിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ വെറുതെ വിടോ? അതുകൊണ്ട് അവളെ കൊല്ലണോ? അത് ശരിയാണോ? കൊന്നിട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനാ. കൊന്നിട്ട് അവനും ആത്മഹത്യ ചെയ്തില്ലേ? അവൻ ചെയ്ത തെറ്റേ അവന് തന്നെ വിനയായി. അവൻ നിർബന്ധിച്ച് കോളേജിൽ വിട്ടതല്ലേ. അവിടെ വല്ലവൻ്റെ കൂടെ പോയി. അതാ അവനായിട്ടുണ്ടാക്കി വെച്ച വിനയല്ലേ. അവന്റെ തലയിൽ അവൻ തന്നെ മണ്ണ് വാരി ഇട്ടു. മരണ വീട്ടിൽ വന്നാണോ പഞ്ചായത്ത് മീറ്റിംഗ് വന്നാണോ? ഒന്ന് ചുമ്മാ ഇരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കൂ. പോ. സ്വന്തം മോളാണെങ്കിലും ശരി, കെട്ടിയ ഭാര്യയാണെങ്കിലും ശരി, എന്തിനും ഒരു പരിധിയുണ്ട്. അതിനിടയിൽ ഒരുത്തം വന്ന് അടുപ്പം കാണിച്ചാൽ അതൊരു പ്രശ്നം തന്നെയാണ്. നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് തന്നെ നിർത്തണം. ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു സാർ. സാറ് വീട്ടിലേക്ക് പോകുന്നില്ലേ? മനസ്സിനൊരു സുഖമില്ല. ഇരിക്കും സാർ, ഞാൻ സാറിൻ്റെ കൂടെ. നോ ഫോർമാലിറ്റീസ്. ഇരിക്കേ ഇരിക്കേ. ഒരു കമ്പനിക്ക് ഒരുപാട് സ്വപ്നം കണ്ടു സാർ. ആരും ചെയ്യാത്തതുപോലെ എൻ്റെ മോൻ്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നാട് അതിശയിക്കുന്ന പോലെ ചെയ്യണമെന്ന് വിചാരിച്ചു സാർ ഞാൻ. നാട്ടുകാരെല്ലാവരും വന്നു സാർ. വിശ്വസിക്കാൻ കഴിയാതെ നോക്കി. എന്റെ മോന്റെ കിടപ്പ് കണ്ടിട്ട് അവൻ എടുത്തിയാട്ടാക്കാരനാ സാർ. തെറ്റ് ചെയ്തു പോയി. പെണ്ണിനെ വിശ്വസിക്കരുത് സാർ. നമ്മുടെ കൈപ്പിടിയിലായിരിക്കണം. ഒന്നയഞ്ഞാൽ എല്ലാം പോയി.
പൊക്കോട്ടെ സാർ. എന്താ അറിയില്ല. ഇത് കയ്യിലിരിക്കല്ലേ? ഏയ് എന്തായി കാണിക്കുന്നേ? തൃപ്തിയായോ? ഇതെന്താ? നീ തന്നെ തുറന്നു കാണിക്ക്. ഫോട്ടോ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ ഇതല്ലേ ഇരിക്കല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? കള്ളൻ. ഐ ലവ് യുടാ മുത്തേ. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഇത് പുതിയതാണല്ലോ. എവിടുന്ന് വാങ്ങിച്ചു? മദൻ വാങ്ങി തന്നതാ. ആ എന്തു പറയാനാ, മാർക്കറ്റിൽ വെച്ച് അവൻ തന്നെ കഴുത്തിലിട്ട് വന്നു. റാസ്കൽ പൊട്ടൻ. എങ്ങനെയുണ്ട്? കൊള്ളുകയല്ല, നിനക്ക് ചേരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. എന്താ ഇത്? നന്നായിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. ഹായ്, കോഴിക്കോടല്ലേ വേണോ? പൊന്ന്. ഏട്ടാ, നാളെ മദന്റെ ബർത്ത്ഡേയാ. ജോലിക്കിടെ അത് മറന്നു പോരുത്. എടുത്തോളൂ, നിങ്ങൾ എടുത്തോളൂ. നമസ്കാരം. പിറന്നാൾ ആശംസകൾ. വരുന്നടാ, വരുവാ. എന്താ ഇത്ര ധൃതി? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി കേക്ക് മുറിക്കും. 100 ആയുസ് നന്നായി വരും. താഴെ പോരുത്. ഹെൽത്തൊക്കെ നന്നായിരിക്കുന്നില്ല? സുഖമായിട്ടിരിക്കുന്നു സാർ. ഓ ഗിഫ്റ്റ്, സോറിടാ, പെട്ടെന്ന് വന്നോണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. നാളെ തീർച്ചയായിട്ടും വാങ്ങിച്ചു തരാം. സത്യമായിട്ടും നാളെ ഞാൻ വാങ്ങിച്ചു തരാം. ഏട്ടാ, ഞാൻ ഇന്നലെ തന്നെ വാങ്ങി. സാറിട്ടാലെന്താ, മാഡം ഇട്ടാലെന്താ, ആരെങ്കിലും ഇട്ടാ പോരെ? നമുക്ക് കേക്ക് കഴിക്കണ്ടേ? ശരി. നന്നായിട്ടുണ്ട്.
കൊച്ചു പിള്ളേർ സ്വഭാവം. നല്ല രുചിയുണ്ടോ? നന്നായിട്ടില്ലേ? മദൻ, തല പോലും തോർത്താതെ എന്തേലും പനി വരില്ലേ? എല്ലാം ഞാൻ തന്നെ നോക്കണം. എന്തായാലും നിങ്ങളീ കാണിച്ചത് തീരെ ശരിയായില്ല. പാവം, അവൻ എങ്ങനെ വരും? എന്തിനാ ഇട്ടേച്ച് പോന്നെ? വിടേട്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എക്സ്ക്യൂസ് മീ, സിയാൻ സ്കൂൾ എവിടെയാ? ഓക്കെ. ശരി. ജീവിതം മുഴുവൻ സംസാരിക്കാൻ കഴിയാത്ത നിന്നെ ഓർത്താ മതൻ ഇന്നൊരു ദിവസം നിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് തോന്നിയേ. നിന്നെ ഓർത്ത് മൗനവ്രതത്തിലായിരുന്നു. എന്റെ സ്നേഹം മനസ്സിലാക്കാതെ തല്ലിയില്ലേ?
എന്താ ഒരുമാതിരി വെപ്രാളത്തിൽ ഒന്നുമില്ല, എന്നെ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യാ. ഒരു ദിവസം കൊണ്ട് വീണ പഠിക്കാൻ ഒക്കോ? ഒന്നും അറിയാത്ത ബോസ്. എടേ, ഇത് വീണയാ, വയലിൻ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇതെന്താണെന്നറിയോ? കല്യാണ ആൽബോ? നോ, എന്റെ ഗ്രീറ്റിംഗ്സ്. എന്തിന്? എന്റെ പ്രേമം ഇതിലൂടെ പ്രകടിപ്പിക്കാൻ. എന്താ വായില്ലേ? അങ്ങ് പറഞ്ഞാ പോരെ. പക്ഷെ ധൈര്യം വരും. പിന്നെ എന്തോന്ന് വരും നിങ്ങൾക്ക്? നെഞ്ചിരിക്കുന്നു, കൈ വറക്കുന്നു, കാഴ്ച മങ്ങിപ്പോകുന്നു, BP കൂടുന്നു. 3 മാസം കൂടി ഉള്ളൂ. എല്ലാം ഒത്തുചേർന്ന് വരുന്നുണ്ട് ബോസ്. ബോസ്, ഇപ്പൊ മാഷ് വരും. ഗുരുവന്ദനം എങ്ങനെ ചെയ്യാൻ ഉദ്ദേശം? വെരി ഈസി. ഇത് വെറും വന്ദനം. ഞാൻ പറഞ്ഞത് ഗുരുവന്ദനം എന്ന് വെച്ചാ അത് ദക്ഷിണയോടെ ചെയ്യണം. ഞാൻ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നില്ല. എങ്ങനെ? ഏയ്, കപ്പ് കൊണ്ടുവന്നില്ലേ? അയ്യോ മാപ്പൂറ, ഇത് താമ്പൂലം. ഇനി നിങ്ങൾ വെക്കി. ഞാനെന്ത് വെക്കാനാ? 5001. അത്രയോ? വെക്ക് ബോസ്. ഓക്കെ ബോസ്, ഇവിടെ തന്നെ വെക്കണോ? വേണമെങ്കിൽ ഇവിടെ വെച്ചോ. എന്നാ ഇവിടെ വെക്കാം. ബോസ്, ഇന്ന് നിങ്ങൾ വായിക്ക് നീണം കേട്ട് ചേട്ടത്തി എവിടെ ഇരുന്നാലും നിങ്ങളെ തേടി ഓടി വരും. ബോസ്, മാഷ് വരുന്നുണ്ട് നോക്കേ. നമസ്കാരം, ഇരിക്കൂ. ബോസ്, നല്ലപോലെ പ്രാർത്ഥിച്ചോ. വയലിന് തൊട്ട് നമസ്കരിക്കും ബോസ്. ആഹാ, ഇതുപോലെ തന്നെ അതിരിക്കുന്നു. അതുപോലെ ഇരിക്കുന്നോണ്ടല്ലേ ഇതിന്റെ പേര് വയലിൻ. ഇത് ബോസിന്, അത് മാഷിന്. ബോസ്, എടുക്കാം. അങ്ങോട്ട് നോക്ക്, തിരിച്ചു വെക്കി. അയ്യോ, എന്ത് മെനേറ്റാണോ പറഞ്ഞു തരണത്? കഴുത്തിലോട്ട് കയറ്റി സൈക്കിളാണ്. ഉറങ്ങിപ്പോകുമോ? അങ്ങനെ അങ്ങനെ തന്നെ. ആർക്കങ്ങോട്ട് പകരത്തിന് നീ തള്ളു. തള്ളി വിടറാ. ബോസ്, അങ്ങോട്ട് നോക്ക് ബോസ്. നിങ്ങളുടെ വായന കേട്ട് സംഗീത ചേച്ചി ഒഴുകി വരുന്നത് കണ്ട ബോസ്. ബോസ്, ചേച്ചിയോട് നിങ്ങൾ വയലിൻ കൊണ്ട് തന്നെ സംസാരിച്ചു. പക്ഷേ അവക്കൊന്നും മനസ്സിലാവണില്ല. എന്തെങ്കിലും കഴിക്കാൻ വേണോ? 4 കാപ്പി. ബോസിന് മാത്രം പഞ്ചാര വേണ്ട. ബോസ്, ചേച്ചി തന്നെ വലിയ മധുരമാ. പിന്നെ എന്തിനാ സെപ്പറേറ്റ് മധുരം എന്ന് അവൻ ചോദിച്ചേ. നമുക്ക് പഠിക്കാം. കാപ്പി കാപ്പി കുടിച്ച് ടെസ്റ്റിംഗ്. ഓക്കെ. ബോസ്, ചേച്ചിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായി ബോസ്. അതല്ലാതെ നിങ്ങൾക്കാ യോഗം വന്ന് നിങ്ങളുടെ ഒരു ഭാഗ്യം ബോസ്. അങ്ങനെ നിങ്ങളുടെ ഹൃദയം തുറന്ന് കാണിക്കും ബോസ്. കാർഡെടുത്ത് നിങ്ങളുടെ പ്രേമത്തെ പിഴിഞ്ഞെടുത്ത് തെളിച്ചു കൊടുക്കും ബോസ്. മേടിക്കും. സാരല്ല, ചേച്ചി വരുന്നുണ്ട്. പേടിക്കാതെ അടങ്ങിയിരിക്കവിടെ. അടങ്ങിയിരിക്കും മനുഷ്യ. പേടിക്കാതെ. പഞ്ചാരില്ലാത്ത ഇതാണോ? താങ്ക് യു. ഡെയിലി മ്യൂസിക് പഠിക്കാൻ ഞാൻ ഇവിടെയാ വരുന്നേ. ഈ സമയത്ത് തന്നെ കുട്ടിയും വന്നോളും. ഇവിടെ തന്നെയാണല്ലോ. അതന്നെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ പോണെന്നാ പറഞ്ഞ ബോസ്. അതെ, കാലെവിടെ ഉണ്ടാവോ അവിടെയല്ലേ ചെരുപ്പുണ്ടാവോ. താളവും പോലെ നിങ്ങളോടൊപ്പം എണ്ണ പിരിയാതെ ജീവിക്കാന്നാ പറഞ്ഞ ബോസ്. ഇതൊന്നും അവര് പറഞ്ഞില്ലല്ലോ. അവര് പറയില്ല ബോസ്, നിങ്ങൾ ഫില്ലപ്പ് ചെയ്തു. അങ്ങനെയാ? എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ? ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ട ദൈവം? ഗണപതി. ബോസ്, ഇപ്പോഴത്തെ പിള്ളേർക്ക്
6 പാക്കും 8 പാക്കും ഉള്ള ആണുങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നു. ഈ പെണ്ണിന് നിങ്ങളെയാണ് ഇഷ്ടം. പക്ഷേ ഈ പെണ്ണിന് നിങ്ങൾ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? നിങ്ങളും ഗണപതിയെ പോലെ തന്നെ ഇരിക്കണം. കൊള്ളടാ ബോസ് തുടങ്ങല്ലേ? ആ എന്തിന്? ഇന്ന് ഞാൻ നല്ല സന്തോഷത്തില്, നമുക്ക് നാളെ ആക്കാം. എന്താ ഇത്? ഒന്നുമില്ല, പെണ്ണിനോട് സംസാരിച്ച് എല്ലാം സോൾവ് ആക്കിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും നിങ്ങളെ ഒന്നാക്കും. അങ്ങനെയാ? സൂപ്പർ. ഓക്കെ, നമസ്കാരം. പ്രോഗ്രാം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ട്. ഏട്ടൻ അപ്പൊ തന്നെ പോയല്ലോ. എടാ കാപ്പി കുടിച്ചിട്ട് പോ. ശരി. എന്തായിട്ടാ ഫോട്ടോ എങ്ങനെയുണ്ട്? മദന ഫ്രെയിം ചെയ്തു തന്നത്. എന്താ വേണ്ടേ? കോഫി ഹോർലിക്സോ? ഒന്നും വേണ്ട. ഏട്ടാ ബോസ്, എന്താ ശ്വാസം മുട്ടുന്നുണ്ടാ? എടാ, എന്റെ പ്രേമത്തെ ശ്വസിക്കുകയാണ്. നന്നായി ശ്വസിച്ചോളൂ ബോസ്. ഈ സ്ഥലം കാണുമ്പോൾ നിനക്കൊക്കെ എന്താ തോന്നുന്നത്? നിങ്ങൾ ചാവാൻ പോണ പോലെ തോന്നുന്നു. കറക്റ്റ്. അല്ല പിന്നെ ബോസ്, എനിക്കെന്തോ ഇന്ന് സംഗീതം കാണാന്ന് തോന്നുന്നു ബോസ്. നോ, ഇല്ല. ഇന്ന് എങ്ങനെ അവളെ കണ്ടേ പറ്റൂ. എന്റെ മനസ്സിലെ പ്രേമം അവളോട് പറഞ്ഞേ തീരൂ. ബോസ്, ചേച്ചി വരുന്നുണ്ട്. ഊർമിളയല്ലേ? ഞാൻ തന്നെ വരാൻ പറഞ്ഞേ. പിന്നെ പറയാം, കാര്യമുണ്ട് മതൻ. നിങ്ങളെ തന്നെ നോക്കിയേ. പറഞ്ഞോളൂ. തനിക്ക് വേണ്ടിയാ കാത്തു നിന്ന്. 4 മണി തൊട്ട് വെയിറ്റ് ചെയ്യാം. 4 മണി മുതൽ വെയിറ്റ് ചെയ്യാണെന്നോ? 40 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ, പറയുന്നേ. അതായത് 1 സെക്കൻഡ്. നല്ല കാര്യം പറയുന്നതിന് മുമ്പ് വായിൽ ചോക്ലേറ്റ് ഇട്ടേ സംസാരിക്കാവുള്ളെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ചോക്ലേറ്റ് അത്രയ്ക്ക് ഇഷ്ടമാണോ? മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ചോക്ലേറ്റ് പോക്കറ്റിൽ കരുതി വെച്ചിരിക്കും. എന്താ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? മദൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? അല്ല, ഈ ലവ്. അവനെന്ത് എന്നെ കണ്ടാലേ ഓടുക. അത് മര്യാദയല്ലേ? സാരമില്ല, അവൻ പറയാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടി ഞാൻ പറയാം. മദൻ,
ഞങ്ങൾ രണ്ടുപേരും ഡയലോഗ് പറയും, അതിന് റീ റെക്കോർഡിങ് ചെയ്യും. വായിക്കടാ വായിക്കടാ പ്ലീസ് വായിക്കടാ. നീ വായിക്ക്, ഞങ്ങൾ ആരംഭിക്കാം. നീ സംസാരിക്കുമ്പോ എന്റെ ശരീരത്തിലെ 6 ലക്ഷം ഞരമ്പുകൾ അങ്ങനെ പിടച്ചു വരും. നിന്റെ കണ്ണുകൾ ഒരു വയലിനാ. നീ നടക്കുമ്പോ അത് ഒരു മൃദംഗം. നീ ശ്വാസം വിടുമ്പോ ഒരു പുല്ലാങ്കുഴൽ. നീ ചിരിക്കുമ്പോ ഒരു ചിലങ്ക ശബ്ദം. നീ കൈവീശി നടക്കുമ്പോ നീ ഒരു ബേസ് ഗിറ്റാർ. നീ അങ്ങും ഇങ്ങും തലയാട്ടുമ്പോ കൈമണി. ഏയ്, നിന്നെ വിറകം മുട്ടി കടിക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. അനിയ, നീ വായിക്കേ. എന്തിനാ നിർത്തിയേ? സംഗീതമുട്ടേ, നിന്നെ കാണുമ്പോ നീ ഒരു സംഗീത യൂണിവേഴ്സിറ്റിയാ. ആ സർവകലാശാലയിൽ എനിക്കൊരു വിദ്യാർത്ഥിയാകാൻ ആശ. യെസ് യെസ്, ഐ ലവ് യു. ഐ ലവ് യു ടു സംഗീത. ഐ ലവ് യു. എന്താ ഇത്? ഇങ്ങനെയായി പോയല്ലോ. ആഹാ, എന്റെ മനസ്സിലുള്ളത് അവൻ പറയുമെന്ന് വിചാരിച്ചു. അപ്പൊ അവന്റെ മനസ്സിലുള്ളതാണല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലേ പോയി ഒന്നിച്ചത്. നന്നായി വരട്ടെ. എൻജോയ് ചെയ്യും മക്കളെ. എവിടെ എറണാകുളമാർ കാണുന്നില്ലല്ലോ. നിന്നൊക്കെ എന്തു പറ്റിയേട്ടാ? എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? എന്തിനാ പേടിക്കുന്നേ? ഒന്നുമില്ല, എനിക്കൊരു കാപ്പിതാ പ്ലീസ്. ഇപ്പൊ വരാം. ഇന്ന് ഏട്ടാ കോഫി. എന്തു പറ്റി? തലതിരിച്ച് കത്തിച്ച സിഗരറ്റ്. പ്ലീസ് ഒരു കാപ്പി കൊണ്ട് കൊണ്ടുപോവാം. ഒന്നുകൂടെ കൊണ്ടുപോവാം. ചുറ്റി എവിടെ പോയി? കാണുന്നില്ലോ, എവിടെ പോയി? ചുറ്റിക സൗണ്ട് ഇവിടുന്നോ? ഇരിക്കേ. എനിക്ക് ഉറക്കം വരുന്നു. വാക്കെടുക്കാം. എനിക്ക് വരുന്നില്ലല്ലോ. ഇരിക്കേ. ചേട്ടാ, എന്തു പറ്റി? എന്താ ഉറക്കം വരട്ടെ? പേടിക്കുന്ന വല്ല സ്വപ്നം കണ്ടോ? പേടിയാ? നീ കാണോടി എനിക്ക് പേടി. നിന്നെ കാണുന്നത് എനിക്ക് പേടിയാ. ബ്ലഡി നോൺസെൻസ്. തുടരുത്.
ഏട്ടാ. ആണി അടിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ഇല്ല ഏട്ടാ. ഞാൻ കേൾക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഏട്ടാ ഏട്ടാ എന്ത് കേൾക്കുന്നുണ്ട്. എന്ത് പറ്റി നിനക്ക്? കേൾക്കുന്നുണ്ട്. ഏട്ടാ ചേട്ടൻ എന്താ ഇങ്ങനെ? അദ്ദേഹത്തിന് എന്തു പറ്റി? ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് ചോദിച്ചാലും മറുപടിയില്ല. എന്തായിരിക്കും? നീ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അല്ലേ? അദ്ദേഹത്തിന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചൂടെ? മനസ്സെല്ലാം ഇപ്പൊ മരവിച്ചു പോയി. എന്താ നിന്നെ അവിടെ നിന്നോ. നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? എന്താണ് വിചാരിച്ചിരിക്കുന്നേ? നീ എന്റെ ഭാര്യയാണെന്നുണ്ടോ മറക്കുമെന്ന് എന്റെ പേടി. ചേട്ടാ, ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് കരുതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? വേറെന്ത് സംഭവിക്കണം? എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. അതെ, ഞാൻ മാറിപ്പോയി. എല്ലാം മാറിപ്പോയി. തുടക്കത്തിൽ ശരിയാക്കേണ്ടതായിരുന്നു. ശരിയാക്കാതെ വിട്ടെന്നോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മിണ്ടരുത്. അരുതാത്തത് ചെയ്തിട്ട് എതിർത്ത് സംസാരിക്കുന്നോ? എന്താണേലും തുറന്ന് സംസാരിക്കുക. നീ മതിനോട് സംസാരിക്കുന്നത് ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. മതിയല്ലോ. ഓഹോ, അതാണല്ലേ ഇതുപോലെയൊക്കെ പെരുമാറിയത്. മദനെ എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങളല്ലേ പരിചയപ്പെടുത്തിയത്? ബെഡ്റൂം വരെ വരാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളല്ലേ പറഞ്ഞത്? ഇപ്പൊ
നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞു? അതെ, അപ്പ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ അത് മറന്നേക്ക്, മറന്ന് തൊലക്കടി. പഴയ വസ്തുക്കളാണെങ്കിൽ വലിച്ചെറിഞ്ഞു കളയാം. ഇടപഴകിയ മനസ്സ് എങ്ങനെ? എന്താ ലോജിക്കായിട്ട് സംസാരിക്കുന്ന നിന്റെ വിചാരം? ഒരുപാട് കാലം ഇടപഴകിയിട്ട് ഒരുത്തൻ ചത്തുപോയാ അവൻ്റെ കൂടെ നമ്മൾ പോകാൻ പോകുന്നില്ലല്ലോ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്റെ മേലിൽ സംശയം തുടങ്ങിയെന്ന്. എന്താണ് നീ പറഞ്ഞേ? സംശയിക്കുന്നോ? ഞാൻ സംശയിക്കുന്നോ? നിന്നെ പറ്റി ആരെങ്കിലും തെറ്റായി പറഞ്ഞാ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും മടിക്കില്ല. ആ ദേവകി, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. നീ കാണിക്കുന്ന അടുപ്പം, സ്നേഹം എല്ലാം എനിക്ക് മാത്രം വേണം. കരയല്ലേ? ഇപ്പൊ എന്താ? ഞാൻ മദനോട് സംസാരിക്കരുത്, കാണരുത്, അത്രയല്ലേ ഉള്ളൂ? വിട്ടേക്കാം. എനിക്ക് നിങ്ങളാ വലുത്. നിങ്ങളുടെ സന്തോഷം വേണ്ടത്. എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? ഞാൻ പുണ്യം ചെയ്തവളാ. ഏട്ടൻ ഭയങ്കര പൊസസീവ് ആണല്ലോ. എന്നെ കൂടുതൽ സ്നേഹിക്കുന്നോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നിന്നെ കാണണ്ട, സംസാരിക്കണ്ട എന്ന് കരുതിയാ മാറിപ്പോകുന്നത്. മനസ്സിലാക്കിക്കൂടെ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പറഞ്ഞാലും മനസ്സിലാകില്ല എന്ന് വെച്ചാ പ്ലീസ് എന്നെ കൊണ്ട് അത്രേ പറയാൻ പറ്റൂ. മനസ്സിലാക്ക്. എത്ര പ്രാവശ്യമാണ് നിന്നോട് പറയുന്നത്? പറഞ്ഞാ മനസ്സിലാവില്ലേ? നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലേ ഉള്ളൂ, ബുദ്ധിയില്ലേ? എന്താണ് നോക്കുന്നത്? എനിക്കൊന്നുമില്ല. വിടാനല്ലേ പറഞ്ഞേ? വാ വാടി, വാ കേറടി, വണ്ടി കയറ.
മാറി വേണം. അവര് നിന്നെ ഇത്രയും നാണം കെടുത്തിട്ട് പോയില്ലേ? കുറച്ചുപോലും നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയില്ലോ. മദൻ, രാവിലെ മൂലം നീ ഒന്നും കഴിച്ചില്ലല്ലോ. നിന്റെ മനസ്സിൽ എന്താ വിഷമെന്നുള്ളത് എനിക്ക് അറിയാം മദൻ. നിനക്ക് നിന്റേതായ ഒരു ലോകമുണ്ട്. പക്ഷെ എനിക്ക് നീയാണല്ല. നീ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എപ്പ ചിരിക്കുന്നു, എപ്പ കരയുന്നു, എല്ലാം ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുക. എന്താന്നറിയോ, എനിക്ക് നിന്നെ വലിയ ഇഷ്ട. നല്ല അടുപ്പുണ്ടായിരുന്നു സുരേന്ദ്രൻ സാറും ദേവിക ചേച്ചിയും. എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് കുറച്ചെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്കതറിയാം. ചേട്ടനും അനിയത്തിയും കൂടെ ഒന്നിച്ചു നടന്നാൽ തന്നെ തെറ്റായി കാണുന്ന നാടായത്. നീ എന്ത് ആത്മാർത്ഥത കാണിച്ചാലും കാണുന്നവർക്ക് തെറ്റായിട്ടേ തോന്നുള്ളൂ. എന്തായാലും സുരേന്ദ്രൻ സാറിന്റെ മനസ്സ് ഒരുപാട് മാറിപ്പോയി. അത് ശരിയാവണമെങ്കിൽ അവർ രണ്ടുപേരും നിന്നോട് പഴയ പോലെ ആകണമെങ്കിൽ അതിന് ഒരേ ഒരു വഴിയുള്ളൂ. എന്തു പറയാനാ മദൻ, നമ്മൾ രണ്ടുപേരും അടുത്ത് ഇടപഴകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാ അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെയാ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറ്റിയിട്ട് മറ്റൊരു കുഞ്ഞിനെ എടുത്താൽ അവിടെ എങ്ങനെ ദേഷ്യം വരുമോ അതുപോലെ അദ്ദേഹവും. നിന്നോട് ഇടപഴകുന്നത് അദ്ദേഹം സ്വാർത്ഥതയായി കണ്ടിരിക്കുക. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ. എനിക്ക് അദ്ദേഹത്തെ വേണ്ടത്. എന്നോട് ക്ഷമിക്കും. നിനക്ക് എന്നെയാണോ അതോ അവനെയാണോ വേണ്ടത്? എനിക്ക് നിങ്ങളെയാ വേണ്ടത്. പിന്നെ എന്തിനാണ് അവനെ കാണാൻ പോയത്? നിങ്ങൾ പറഞ്ഞത് കേട്ടതുകൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, അവനോട് സംസാരിക്കുന്നതും കാണുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലാന്ന് അതവനോട് പറഞ്ഞ് മനസ്സിലാക്കാനാ പോയത്. എന്തൊക്കെയായാലും നീ പോയ തെറ്റാ. തെറ്റോ? ഇല്ല ഏട്ടാ, വേണമെന്നുള്ളപ്പോ ഇഷ്ടപ്പെടാനും വേണ്ടാന്നുള്ളപ്പോ വലിച്ചെറിയാനും എനിക്കറിയില്ല. പാവ ഏട്ടാ, വാ തുറന്ന് സംസാരിക്കാൻ കഴിയാത്തവൻ. അപ്പൊ ഞാൻ പറയുന്നതിനൊന്നും വിലയില്ല. നിങ്ങൾ എന്തായി പറയുന്നേ? അപ്പൊ നിങ്ങൾ അവനെ സ്നേഹിച്ചതൊക്കെ കള്ളത്തരായിരുന്നല്ലേ? അപ്പൊ ഞാൻ കള്ളനാണെന്ന് അല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കുന്ന ഈ ജീവിതവും കള്ളത്തരവാന്ന് എനിക്ക് തോന്നുന്നത്. എന്താടി പറഞ്ഞേ? എന്താടി പറയുന്നേ? നീ എന്റെ ഭാര്യയാടി. നീ എനിക്ക് തരുന്ന സ്നേഹത്തെ വേറൊരുത്തിന് പങ്കുവെക്കാൻ സമ്മതിക്കില്ലടി. ഞാൻ നിന്നോട് ഇത് സ്നേഹമല്ല, മൃഗത്തിന്റെ സ്വഭാവം. മൃഗത്തിന്റെ സ്വഭാവം? ഞാൻ മൃഗം? ഞാൻ മൃഗം? എന്തായിട്ട് ഇത്? ഞാൻ മൃഗം? ഇതാടാ ഞാൻ പറഞ്ഞ ആശ്രമം. ഡ്രംസേ, ഇവിടെ എന്തിനു വിളിച്ചോണ്ട് വന്നത്? നമ്മള് ബോസിനെ കടയിന്നേ പറഞ്ഞു വിട്ടു. ഓ തന്നെ? നമ്മള് കടയുടെ മുതലാളിമാരുമായി അതിനൊരു പരിഹാരം ചെയ്യണം. അത് മാത്രമല്ലടാ, ഇവിടത്തെ സ്വാമി വലിയ ദിവ്യനാന്നാ. ആ തൃപ്പാദങ്ങൾ നമ്മുടെ കടയിൽ പതിഞ്ഞ ബിസിനസ് അങ്ങ് കുതിച്ചുയരുന്നു. ബാ, എപ്പോ നോക്കിയാലും നിന്റെ ഒരു സംശയം. അവിടെ നിക്ക.
ആരെയാ കാണണ്ടേ? സ്വാമികളെ ഒന്ന് കാണണം. സ്വാമിജി ഇപ്പൊ കാണാൻ പറ്റില്ല. പിന്നെ എപ്പോ കാണാൻ പറ്റും? ഒരിക്കലും കാണാൻ സാധിക്കില്ല. വൈ? ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലേ? അങ്ങനെയുള്ള സ്വാമി ആരാടാ? ഒരുപക്ഷെ വനിതാ സ്വാമിയാണോ? അങ്ങോട്ട് നോക്കിയേ, ആണുങ്ങൾക്ക് അനുമതി ഇല്ലെന്ന് പറഞ്ഞിട്ട്. അവൻ ഡ്രൈവറുടെ. ഓഹോ, ആരാടാ ഡ്രൈവറെ? എന്താ ഇങ്ങനൊരു ശബ്ദം? ആരെയാ ഡ്രൈവർ എന്ന് കരുതിയേ? നിങ്ങൾ തന്നെ. സ്വാമിക്ക് എല്ലാം ഞാൻ തന്നെയാ. A-to-Z അറിയില്ലേ? പിന്നെന്തിനാ ഇവിടെ നിൽക്കണേ? അതെന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ക്യാമറ മൊബൈൽ വന്നപ്പോ എന്നെ പിടിച്ച് പുറത്താക്കി. അതല്ല, പുതിയൊരു കട തുടങ്ങിയിട്ടേ, കാണണം. സ്വാമി എങ്ങനെയെങ്കിലും കാണണം. കാണാൻ പറ്റില്ല, പറയുന്നത് കേൾക്ക്. പൊക്കെ പൊക്കെ പൊക്കെ. ഒരു പ്രാവശ്യം കണ്ടിട്ട് നിങ്ങളുടെ കാറ്റടിക്കുന്നത് പോലും പുള്ളിക്കാൻ ഇഷ്ടമല്ല. മര്യാദക്ക് പോ. അണ്ണാ ഒന്ന് വിളിയെന്നാ. അതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ? ഹായ്, നന്നായി, സൂപ്പർ, മൈ ഗോഡ് സൂപ്പർ, മാല ഈസ് കമ്മിങ്. ആരടാ അത്? അച്ചടിച്ച പോലെ വാദ്യനെ പോലെ ഉണ്ടല്ലോ. വാത്തി മാതിരി അല്ലടാ, വാത്തി തന്നെയാടാ. നമസ്കാരം സ്വാമി. എല്ലാരും നന്നായി വരട്ടെ. നമസ്കാരം സ്വാമി. നിങ്ങൾ നന്നായിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ സ്വാമിയായടാ. അയ്യോ, എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ. അനിയ, അവരെ അകത്തേക്ക് വിടൂ. എന്നെ ഫോളോ ചെയ്യൂ സ്വാമിനികളെ. നമസ്കാരം ബോസ്. ബാക്കിലേക്ക് പോകൂ. ബോസ്. എടാ, ബോസ് എന്ന് വിളിച്ച കൊന്നുകളെ ഞാൻ. ഇപ്പൊ ഞാൻ ആരാന്നറിയോ? ശ്രീ ശ്രീ വാദ്യാനന്ദ. അപ്പൊ ഞങ്ങൾ എങ്ങനെ വിളിക്കണം? സ്വാമി എന്ന് വിളിക്കൂ. സ്വാമിയേ. എന്റെ വയറ്റത്തടിച്ചതും പോരെ, ഇനി എന്റെ വയറ്റിൽ കയറാൻ പോവാണ്. സ്വാമി, അവസാനം വരെ നിങ്ങൾക്ക് പെണ്ണ് കിട്ടാതെ പോയ സ്വാമി. എന്ത് ചെയ്യാനാണ് ഡ്രംസേ? എത്രയോ ഗെറ്റപ്പുകൾ ഞാൻ കെട്ടി നോക്കി, ഒരു പെണ്ണ് പോലും വീണില്ല. ഈ കള്ളവേഷം കെട്ടിയപ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുകയല്ലേ. സ്വാമി, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആശ്രമത്തിൽ ചേർന്ന് എന്തിനു നശിപ്പിക്കാനാ? ദയവ് ചെയ്ത് വിട്ടേക്ക്. ഫോർവേഡ്. എന്നാ ലേറ്റ് എൻട്രി? ഇന്നത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? 10 മണിക്ക് മിനിസ്റ്റർ കാണാൻ വരുന്നുണ്ട്. 11 മണിക്ക് ഹോം മിനിസ്റ്ററുടെ വീട്ടില് ഹോമം നടത്താൻ. കേട്ടല്ലോ. സ്വാമിനിയുടെ ചാറ്റില് പുതിയ സിനിമയുടെ പൂജയ്ക്ക് പങ്കെടുക്കണം സ്വാമിജി. കേട്ടല്ലോ. അകത്താര ഗസ്റ്റ്? പ്രസ് റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. മീറ്റിംഗിനായിട്ട് വെയിറ്റ് ചെയ്യാം. അവരോട് അവിടെ തന്നെ ഇരിക്കാൻ പറയും. നാം അവരെ തീർച്ചയായും പോയി കണ്ടോളാം. കണ്ടല്ലോ, ഇത്രയും ബിസി ആയിട്ട് കൂടി ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒന്ന് പോകാം. സ്വാമി ബോസ്, നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ. എന്തിന്? നമ്മുടെ കടയിൽ വെക്കാൻ. എന്റെ മ്യൂസിക് കടയിൽ വെക്കാനാ? ഓടാപ്പാ. ഒരു മിനിറ്റ്. സംശയം എന്താ? സാമി, പോണ വഴിയിലെ 2 സ്പെഷ്യൽ ഉഴുന്നുവട പറയാം. ബ്രഹ്മസ്വാമി, പോ സ്വാമി. അവര് മുക്തി അടയാൻ പോവാ. ജസ്റ്റ് ബാക്ക്. രാവിലെ ദേവയ്ക്ക് സുഖമില്ലാന്ന് പറയണ്ടായിരുന്നു. ഒന്ന് പോയി നോക്കണമെന്ന് കരുതിയതാ, മറന്നുപോയി. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മദൻ, മദൻ, വാടാ ഇങ്ങോട്ട്. ദേവയ്ക്ക് സുഖമില്ലാന്ന്, അവളവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വാ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താ മോനെ? എന്താ പറ്റി മോളെ? ദേവകി, എന്താ പറ്റി മോളെ? അയ്യോ, നല്ലപോലെ ചൂടുണ്ടല്ലോ. സുരേന്ദ്രനാണെങ്കിൽ ഇവിടെ ഒട്ടും ഇല്ലതാനും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ മോളെ? ദേവകി, ദേവകി, എന്ത് പറ്റി മോളെ? നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ? എന്താ ചെയ്യാ? ഡാ, നീ ഒന്ന് നോക്കിക്കോ, ഞാൻ ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ട് വരാം.
ദേവകി, ദേവകി, വിളിക്കുന്ന കേട്ടില്ലേ? എണീക്ക്. എണീക്ക്, സംസാരിക്കണം. എന്താ ഏട്ടാ? നമുക്ക് ഉടനെ ഊട്ടി പോണം. ലഗേജ് ഒക്കെ റെഡിയാക്കി വെക്ക്. എന്താ പെട്ടെന്ന്? മുതലാളി ഊട്ടിയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. ഇനി മുതൽ അവിടെ ജോലിയെന്നും മുതലാളി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റും. എന്താന്ന് വെച്ചാൽ പാക്ക് ചെയ്തോ. എന്താ ഇത്ര ധൃതി? ഉടനെ ഇവിടുന്ന് പോവാൻ? ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കൂടെ? ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ധാരണ മാറിയില്ലെന്ന് തോന്നുന്നു. അതെ, മാറിയിട്ടില്ല. അതുപോലെ നീ മാറിയിട്ടില്ലല്ലോ. നോക്ക്, കണ്ണാടി നിന്റെ മോന്ത നോക്ക്. നിന്റെ നെറ്റിയിലെങ്ങനെ കുങ്കുമം വന്നു? ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അവന്റെ കൂടെ അമ്പലത്തിൽ പോയി കറങ്ങിട്ട് വന്നല്ലേ? അനാവശ്യമായിട്ട് പഴി ചേരരുത്. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം വന്നോ? ഇത് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ അറിയാതെ കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലേ? ഞാൻ വരികയില്ല. നീ വരണം, വന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് എനിക്ക് സമാധാനം. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ പിടിവാശിയിലാണോ? ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് പിരിയാം. എന്താടി പറഞ്ഞേ? പിരിയാൻ വേണ്ടിയാണോടി ഞാൻ നിന്റെ കല്യാണം കഴിച്ചത്? ഞാൻ നിന്റെ ഭർത്താവാ. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? വരാൻ പറ്റില്ല. പറയുന്ന കേക്ക്. ഇങ്ങനെയൊന്നും പറയരുത്. പെട്ടെന്ന് റെഡിയാവും. നിന്നോടാ. ദേവകി, 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 എണീക്ക്. ദേവകി, Yeah.
ചേട്ടാ ടയർഡായിട്ടല്ലേ വന്നേ, വന്ന് ഭക്ഷണം കഴിക്കും. അയ്യോ ബുദ്ധൂസ്, കൊച്ചു കുട്ടിയാണോ നിങ്ങള്? ഞാൻ കുഞ്ഞാന്ന് ഞാൻ തന്നെ അവളെ കൊന്നു. ദേവകി. ആ ചേട്ടാ ഫോട്ടോ എങ്ങനെയുണ്ട്? മദന ഫ്രെയിം ചെയ്തു തന്നെ. ദേവകി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജീവിക്കില്ല. എന്നോട് ക്ഷമിക്ക. I love you, Daddy. I love you, Mommy. Madan. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോലെ തെറ്റിദ്ധരിച്ചു പോയി. വേണ്ട വേണ്ട